ആദ്യമായി ഈ ഗംഭീരമായ സമ്മേളനം ഇങ്ങനെ സംഘടിപ്പിക്കുവാൻ അനുഗ്രഹിച്ച സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിയർപ്പിക്കുന്നു. രണ്ടാമതായി ഈ സമ്മേളനം ഇത്രയേറെ ഭംഗിയായി മധുരമനോഹരമായി സംഘടിപ്പിക്കുവാൻ ശ്രമിച്ച കേരള നദുത്തുൽ മുജാഹിദീൻ അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും അനുയായികളെയും അഭിനന്ദിക്കുകയാണ്. കാരുണ്യത്തിൻ്റെയും ദയയുടെയും വാത്സല്യത്തിൻ്റെയും പേര് പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനോട് വെറുപ്പും അറപ്പും എതിർപ്പും മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘങ്ങളെയും മതപ്രവർത്തകരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ദുസ്വാധീനങ്ങളിൽ മുസ്ലിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമാണ് ഇസ്ലാം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണവൻ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടിചരാചരങ്ങൾക്ക് മുഴുവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തവനാണ്. ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തവനാണ്. അങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച മതം തീർച്ചയായും മനുഷ്യവംശത്തിന് അനുയോജ്യമായ സകല അവകാശങ്ങളും അനുവദിക്കുകയും സകല കടമകളും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിൽ പുള്ളിയായാലും വൃദ്ധരായാലും കുട്ടികളായാലും സ്ത്രീകളായാലും ആവശ്യമായ മുഴുവൻ അവകാശങ്ങളും അവർക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവ പാലിക്കാൻ, അതങ്ങോട്ട് കൊടുക്കാൻ, ഇങ്ങോട്ട് ഏറ്റുവാങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയായ ഇസ്ലാം ഹജ്ജത്തുൽ വദാഇൻ്റെ വേളയിൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ വെച്ച് അവിടുന്ന് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, അത് മാത്രം മതി ഇസ്ലാം ലോകത്തിന് നൽകിയ മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ. അതിനാൽ വിശ്വാസരംഗത്ത്, ആരാധനാരംഗത്ത്, കർമ്മരംഗത്ത്, ധർമ്മരംഗത്ത്, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എല്ലായിടത്തും പരമാവധി പാലിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് നേരെ വരുന്ന എല്ലാത്തരം കുരമ്പുകളെയും എല്ലാത്തരം വിമർശനങ്ങളെയും നേരിടുവാനുള്ള ജാഗ്രതയും വിവേചന ശക്തിയും വിവേകവും അറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്ലാമിൻ്റെ അകത്തു നിന്നുള്ളവരായാലും ശരി, പുറത്തുനിന്നുള്ളവരായിരുന്നാലും ശരി, എല്ലാ വിമർശനങ്ങളെയും നേരിടാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മനുഷ്യാവകാശ സമ്മേളനത്തിൽ സമയത്തിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്ത് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവരായി അഹങ്കരിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യുന്ന ഫാഷിസ്റ്റ് സയനിസ്റ്റ് രാഷ്ട്രങ്ങളും ലോബികളും ഭീകരതയ്ക്കെതിരായ ഒരു അനിശ്ചിതകാല യുദ്ധത്തിലാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും തോന്നുന്നിടത്തെല്ലാം അക്രമങ്ങൾ നടത്തുകയും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാഷ്ട്രങ്ങളെയും സംഘടനകളെയും വ്യക്തികളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും എന്ന വിഷയം ഈ മഹത്തായ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മനുഷ്യന് ജന്മനാ ചില അവകാശങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടെന്നും അത് പ്രകൃതിദത്തമാണെന്നുമുള്ള തത്വം ഒരു സിദ്ധാന്തമായി പ്രചരിച്ചത് 17ഉം 18ഉം നൂറ്റാണ്ടുകളിലാണ്. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവിൻ്റെ ദുർഭരണത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരായി 1215 തയ്യാറാക്കിയ അവകാശപത്രം മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. അവകാശ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ആദ്യകാല രേഖയാണിത്. അതിനെ തുടർന്ന് 1628 തയ്യാറാക്കിയ ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്, 1689 ബിൽ ഓഫ് റൈറ്റ്സ് എന്നിവയും പ്രധാനപ്പെട്ട പ്രമാണങ്ങളാണ്. ഈ അവകാശ പ്രമാണങ്ങൾ മൂന്നും കൂടി ചേർന്നതാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ കാതൽ. എല്ലാ മനുഷ്യരും ജന്മനാ സമന്മാരാണെന്നും അന്യാധീനപ്പെടുത്താൻ കഴിയാത്ത അവകാശങ്ങളുള്ളവരാണെന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് 1776 സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ പ്രസിദ്ധമായ മുദ്രാവാക്യങ്ങൾ സംഭാവന ചെയ്യുകയും മനുഷ്യാവകാശത്തെയും പൗരാവകാശങ്ങളെയും കുറിച്ച് പ്രഖ്യാപനം നടത്തുകയും ചെയ്ത
ഫ്രഞ്ച് വിപ്ലവം സംഭവിക്കുന്നത് 1789 കാലത്താണ്. കാലചക്രം വീണ്ടും ഉരുണ്ടു. ചരിത്രത്തിൻ്റെ വിരിമാറിൽ അനേകം അവകാശ ധ്വംസനങ്ങൾ സംഭവിച്ചു. എടുത്തു പറയേണ്ട ഒന്നാം ലോക മഹായുദ്ധമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദുരന്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ലോകരാഷ്ട്രങ്ങൾ ഒത്തുചേർന്ന് ലീഗ് ഓഫ് നാഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം എന്ന പേരിൽ ഒരു സഖ്യമുണ്ടാക്കി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കാണ് ആ സഖ്യം പ്രാധാന്യം കൊടുത്തത്. ഈ സഖ്യം ഒരു പരാജയമായിരുന്നുവെന്ന് പിന്നീടുണ്ടായ രണ്ടാം ലോക മഹായുദ്ധം തെളിയിക്കുന്നു. ഇത്തരം ക്രൂരതകൾക്ക് നേതൃത്വം കൊടുത്തവർ തന്നെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനും ആ രാജ്യങ്ങളിലെ സമ്പത്ത് കവർന്നെടുക്കുവാനും ആരംഭിച്ചപ്പോൾ അതൊട്ടേറെ സംഘർഷങ്ങളിലേക്കും സംഘട്ടനങ്ങളിലേക്കും വിപ്ലവങ്ങളിലേക്കും 2 ലോക മഹായുദ്ധങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിച്ചു. അവയുടെ ഭയാനകമായ ഭവിഷ്യത്തുകൾ ദർശിച്ച് ഇനിയും ഇത് തുടർന്നാൽ അത് മനുഷ്യ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും അന്ത്യം കുറിക്കലാവുമെന്ന് ചില ലോകരാഷ്ട്ര നായകർക്ക് തോന്നുകയും അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു ലോകം പുലരണമെങ്കിൽ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും അന്യങ്ങളായ സമൂഹങ്ങൾ നിലവിൽ വരണമെങ്കിൽ മനുഷ്യ നന്മയുടെ അതിമനോഹരമായ വികാസം സംജാതമാക്കണമെന്നും അതിന് മനുഷ്യാവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും ഈ രാഷ്ട്രനായകർക്ക് തോന്നുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മാനവരാശി നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തം രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് അവൻ്റെ ജീവനാണ്. ജീവിക്കുവാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും സമാധാനം തേടാനുമുള്ള അവൻ്റെ അവകാശം ജന്മസിദ്ധമാണ്. അത് പ്രകൃതിദത്തമാണ്. എന്നാൽ ഈ പ്രസ്താവിച്ച മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ധ്വംസനമാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്നത്. ഏറ്റവും നിന്ദ്യവും ക്രൂരവും പൈശാചികവുമായ മനുഷ്യക്കുരുതികൾക്കും പീഡനങ്ങൾക്കുമാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. മുഴുവൻ മനുഷ്യരാശിയുടെയും രക്ഷയ്ക്കായി ഒരു പുതിയ ലോക സംഘടന കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണെന്ന ബോധം സാർവദേശീയ തലത്തിലുണ്ടായി. അതിൻ്റെ ഫലമായി സാൻ ഫ്രാൻസിസ്കോയിൽ 50 രാഷ്ട്രങ്ങൾ ഒത്തുചേർന്ന് 1945 ഒക്ടോബർ 24-ാം തീയതി യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്രസഭയ്ക്ക് രൂപം നൽകി. മൗലിക മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും സാർവത്രികമായ അംഗീകാരവും സ്ഥിരപ്രതിഷ്ഠയും ലഭിക്കണമെങ്കിൽ സാർവലൗകിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചു. അങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ സാർവലൗകിക മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന സുപ്രസിദ്ധ പ്രഖ്യാപനം 1948 ഡിസംബർ 10 നടത്തുന്നത്. എന്നാൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിനേക്കാൾ അർത്ഥപൂർണമായ അവകാശങ്ങൾ മാനവ സമൂഹത്തിന് നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുവാൻ സാധിക്കും. ഈ അവകാശങ്ങൾ ഏതെങ്കിലും ഭരണാധികാരിയുടെ ഔദാര്യമല്ല, ഭരണകൂടങ്ങളുടെ ദാനവുമല്ല, പ്രസിഡന്റുമാരുടെയോ പ്രധാനമന്ത്രിമാരുടെയോ ദയാവായ്പല്ല, മറിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, അവൻ്റെ കാഴ്ചയും കേൾവിയും നൽകുന്ന, അവൻ്റെ ശ്വസിക്കുവാൻ വായുവും കുടിക്കുവാൻ വെള്ളവും നൽകുന്ന സർവേശ്വരനായ സ്രഷ്ടാവിൻ്റെ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹമാണ്, മനുഷ്യർക്കുള്ള അവകാശമാണ്. അതുകൊണ്ട് തന്നെ അവ ചോദിച്ചു വാങ്ങുവാനുള്ള അവകാശം ഭരണീയർക്കും അത് സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുമുണ്ട്. ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള പ്രഥമമായ അവകാശമാണ് മനുഷ്യ സമത്വം. ജാതിയുടെയും വർഗത്തിൻ്റെയും സാമ്പത്തിക അന്തരത്തിൻ്റെയും പേരിൽ മനുഷ്യരെ തരംതിരിക്കരുത്, എല്ലാവരും തുല്യരാണ് എന്ന അടിസ്ഥാനപരമായ അവകാശമാണിത്. എന്നാൽ 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിൽ 13-ാം സൂക്തത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു തീർച്ച. മനുഷ്യാവകാശ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പാഠങ്ങൾ നൽകപ്പെട്ടിരുന്നു എന്ന് സാരം. ഉത്തമ നൂറ്റാണ്ടുകളിലെ മനുഷ്യർ അവ അക്ഷരം പ്രതി നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് സാധ്യതയുള്ള പഴുതുകളെയെല്ലാം ഇസ്ലാം അടച്ചുകളയുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് മാനവിക അസമത്വങ്ങൾ. ജാതി, മതം, വർഗം, വർണ്ണം, വംശം, ദേശം, ഭാഷ തുടങ്ങിയവയുടെ പേരിലുള്ള വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ടെങ്കിലും
ഹീനമായ ചില മാനവിക അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ലോകത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കാണാനാവുക. ബോസ്നിയയിലും